ബംഗ്ലാദേശിൽ നിന്നടക്കമുള്ള അനധികൃത കുടിയേറ്റക്കാർ ഇനി ഇന്ത്യയിലേക്ക് കടക്കാമെന്ന് കരുതേണ്ട, അല്ലെങ്കിൽ ഇവിടെ വന്ന് വിലസാമെന്ന് മനസ്സിൽ പോലും കരുതേണ്ട എന്നും പുതിയ നയം പുറത്തിറക്കിക്കൊണ്ട് ആസാം സർക്കാർ രംഗത്ത്. ഡിക്റ്റക്ട് ആൻഡ് ഡിപ്പാർട്ട് എന്നാണ് പുതിയ ഈ ഒരു നയം വിശേഷിപ്പിക്കപ്പെടുന്നതും. ഇത്തരത്തിൽ പുതിയ കുടിയേറ്റക്കാരെ കണ്ടെത്തിയാൽ വെറും 10 ദിവസം കൊണ്ട് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അവരെ നാടുകടത്തുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഇന്ത്യയിൽ ഒട്ടാകെ തന്നെ ഇപ്പോൾ അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാർ അടക്കം നുഴഞ്ഞു കയറിക്കൊണ്ട് പല സംസ്ഥാനങ്ങളിലായിട്ട് തന്നെ വിഹരിച്ചിരിക്കുകയാണ്. അതിലിപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നത് ആസാമാണ് എന്നതും വ്യക്തമാക്കുന്നു. ഇതോടെയാണ് കൂടുതൽ ശക്തമായ നടപടികൾ കൈക്കൊള്ളാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിനും നാട് കടത്തുന്നതിനുമായുള്ള പ്രക്രിയ വേഗത്തിലാക്കുന്നതിനായി പുതിയ നയമാണിപ്പോൾ അസം സർക്കാർ രൂപീകരിക്കാൻ പോകുന്നത്. 1950 കുടിയേറ്റ നാടുകടത്തൽ നിയമം നടപ്പിലാക്കുന്നതിനുള്ള ഒരു പ്രത്യേക നടപടിക്രമത്തിന് ആസാം മന്ത്രിസഭ കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകി. ഡിക്റ്റക്ട് ഡിപ്പാർട്ട് എന്നതാണ് ഈ ഒരു പുതിയ നയം വിശേഷിപ്പിക്കപ്പെടുന്നത്. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തിയാൽ 10 ദിവസത്തിനുള്ളിൽ തന്നെ അവരെ നാടുകടത്തുമെന്നതാണ് ആസാം സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുതിയ നയം പ്രകാരം വിദേശിയായ ഏതൊരു വ്യക്തിയെയും നാടുകടത്താനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ ജില്ലാ കമ്മീഷണർക്ക് അധികാരമുണ്ടായിരിക്കുമെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ഈ നിയമപ്രകാരം അതുപോലെ തന്നെ DC സംശയിക്കപ്പെടുന്ന വ്യക്തിക്ക് 10 ദിവസത്തെ നോട്ടീസ് നൽകും. ഈ കാലയളവിനുള്ളിൽ തന്നെ ഈ വ്യക്തിക്ക് പൗരത്വം തെളിയിക്കാൻ കഴിയുമെങ്കിൽ ഉടൻ തന്നെ ആ വ്യക്തിയെ നാടുകടത്താൻ ജില്ലാ കമ്മീഷണർക്ക് നേരിട്ട് ഉത്തരവിടാവുന്നതാണ്. സംസ്ഥാനത്ത് അനധികൃതമായി പ്രവേശിച്ച് 24 മണിക്കൂറിനുള്ളിൽ അനധികൃത കുടിയേറ്റക്കാർ അല്ലെങ്കിൽ ഇത്തരത്തിൽ കണ്ടെത്തിയ ഒരവസരമുണ്ടായാൽ ഒരു മുന്നറിയിപ്പും ആവശ്യമില്ലാതെ തന്നെ ഉടൻ തന്നെ അവരെ നാടുകടത്താനും കഴിയുന്നതാണ്. ആസാമിലെ അനധികൃത കുടിയേറ്റക്കാരുടെ ദീർഘകാല പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള വിപ്ലവകരമായ ഒരു ചുവടുവെപ്പായി തന്നെ ഈ ഒരു തീരുമാനം കണക്കാക്കപ്പെടുന്നുണ്ട്. ഇതുവരെ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചറിഞ്ഞതിനും നാടുകടത്തുന്നതിനുമുള്ള പ്രക്രിയ വിദേശികളുടെയും അതുപോലെ ട്രൈബ്യൂണൽ വഴിയാണ് ഇത് നടത്തിയിരിക്കുന്നത്. ഈ രീതിയിൽ കേസുകൾ നീണ്ടുപോവുകയും സുപ്രീം കോടതിയിൽ എത്താൻ വർഷങ്ങൾ എടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ജില്ലാ കമ്മീഷണർക്ക് നാടുകടത്തലിന് നേരിട്ട് അധികാരം നൽകിക്കൊണ്ട് ആസാം സർക്കാർ പുതിയൊരു നിയമം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നതാണ് ഇവർ പുറത്തുവിട്ടിരിക്കുന്നത്. നിലവിൽ 82,000-ലധികം അനധികൃത കുടിയേറ്റ കേസുകൾ കോടതിയിൽ കെട്ടിക്കിടക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് സർക്കാരിന്റെ ഈ ഒരു പുതിയ വിപ്ലവകരമായ തീരുമാനമെന്നും വിലയിരുത്തപ്പെടുന്നു. അതേസമയം പാസ്പോർട്ടുകൾ, വിസകൾ, എമിഗ്രേഷൻ എന്നിവയിൽ കർശനമായ നിയമങ്ങളാണ് പുതിയ എമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് പ്രാബല്യത്തിൽ വരുന്നത്. ഹോട്ടലുകൾ, ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ വിദേശികളെ അല്ലെങ്കിൽ വിദേശികളായ ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് നിയമം നിർബന്ധമാക്കുമ്പോൾ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചറിഞ്ഞുകൊണ്ട് നാടുകടത്താനുള്ള എമിഗ്രേഷൻ ബ്യൂറോയുടെ അധികാരങ്ങൾ ഇത് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഉയർന്ന ശക്തിയുള്ള ജനസംഖ്യാ ദൗത്യം സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോഴും ഇത് സംഭവിക്കുന്നു. അതുമാത്രമല്ല, നിയമവിരുദ്ധ കുടിയേറ്റത്തിന്റെ വെല്ലുവിളികളെ നേരിടാനും 2025 എമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് നിയമത്തിൽ ആഭ്യന്തര മന്ത്രാലയം സെപ്റ്റംബർ 1 വിജ്ഞാപനം ചെയ്യും. ബജറ്റ് സമ്മേളനത്തിൽ പാർലമെന്റ് ബില്ല് പാസാക്കി ഏപ്രിൽ 4 പ്രസിഡന്റ് ദ്രൗപദി മുർമു അതിന് അംഗീകാരം നൽകും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.